അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ഉച്ചകോടി സംഭാഷണം ബീജിംഗിൽ പൂർത്തിയായി. ലോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായ അമേരിക്കയും രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈനയും തമ്മിലുള്ള ഉച്ചകോടി സംഭാഷണം ലോകം വളരെ ശ്രദ്ധയോടുകൂടിയാണ് വീക്ഷിച്ചത്. ലോക ഉൽപാദനത്തിന്റെ 1/3, ലോക ജനസംഖ്യയുടെ 4/1, ലോക വ്യാപാരത്തിന്റെ 5/1 കൈകാര്യം ചെയ്യുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിലൂടെ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ലോക ജനത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വസ്തുതയാണ്. 9 വർഷങ്ങൾക്കു ശേഷമാണ് ഇരു രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാർ തമ്മിലുള്ള ഉച്ചകോടി നടക്കുന്നത്. വെനസ്വേലയിലെയും ഇറാനിലെയും ഭരണാധികാരികളെ മാറ്റി ലോക സർവാധിപതികൾ തങ്ങൾ തന്നെയെന്ന് ഉറപ്പുവരുത്തി മാർച്ച് മാസത്തിൽ ഉച്ചകോടി സംഭാഷണം നടത്തുന്നതിനാണ് ട്രംപ് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഇറാൻ യുദ്ധം നീണ്ടുപോയതും ഇറാന് മുന്നിൽ പതറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതും ട്രംപിന്റെ പദ്ധതികൾ മാറ്റിമറിച്ചു. യുദ്ധം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണെങ്കിൽ പോലും വെടിനിർത്തൽ എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിച്ച് യുദ്ധം ഉടൻ ആരംഭിക്കുമെന്ന് ഭീഷണി ട്രംപ് മുഴക്കുന്നുണ്ടെങ്കിലും യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്ന മനോനിലയിലേക്ക് ട്രംപ് എത്തിച്ചേർന്നിട്ടുണ്ട്. യുദ്ധത്തെ തുടർന്ന് അമേരിക്കയിൽ വലിയ ജനപ്രതിഷേധമാണ് ഉണ്ടായത്. അമേരിക്കയുൾപ്പെടെ ലോകത്താകമാനം വലിയ ഊർജ പ്രതിസന്ധി യുദ്ധം കൊണ്ട് ചെന്നെത്തിച്ചു. അമേരിക്കയിൽ വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കും എന്നുള്ളത് ട്രംപിന് ഉറപ്പാണ്. ആ സാഹചര്യത്തിലാണ് ചൈനയും ഇറാനും തമ്മിലുള്ള കാലങ്ങളായുള്ള വ്യാപാര ബന്ധം ഉപയോഗപ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രംപ് ബീജിംഗിൽ വിമാനം ഇറങ്ങിയത്. ഊർജ പ്രതിസന്ധി ചൈനയെ ബാധിച്ചില്ല. കാരണം ചൈനയുടെ കയ്യിൽ വലിയ തോതിലുള്ള ഇന്ധന ശേഖരണമുണ്ട്. മാത്രവുമല്ല, ഗ്രീൻ എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികൾ ചൈന ആവിഷ്കരിച്ചത് ചൈനയെ ഈ കോൺഫ്ലിക്റ്റിൽ യാതൊരു വിധത്തിലും ബാധിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. ചൈനയും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധം കാലാകാലങ്ങളായി നടക്കുന്ന നല്ല രീതിയിൽ നടക്കുന്നത് തകർക്കാൻ ചൈനയ്ക്ക് താല്പര്യവുമില്ല. ട്രംപിന്റെ സന്ദർശനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ചൈന സന്ദർശിക്കുന്നത്. അറാക്ചിയുമായുള്ള ചർച്ചകൾക്കു ശേഷം ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് വെളിപ്പെടുത്തിയത് ഇറാന്റെ പരമാധികാരം തകർക്കുന്ന തരത്തിൽ ചൈന യാതൊരു നടപടിയുമായി മുന്നോട്ട് പോവില്ല എന്നുള്ളത് തന്നെയാണ്. ചൈനയും ഇറാനുമായുള്ള വ്യാപാര ബന്ധം കാലാകാലങ്ങളായി നിലനിൽക്കുന്നതാണ്. ചൈനയെ ഇറാനിൽ നിന്ന് 80% എണ്ണ മേടിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ 50% സ്ട്രെയിറ്റ് ഹോർമോസിലൂടെയാണ് ലോക വിപണിയിലേക്ക് എത്തുന്നത്. ഇതിനെ തകർത്തുകൊണ്ടുള്ള ഒരു തീരുമാനവും ചൈന മുന്നോട്ട് വെക്കില്ല എന്ന് തന്നെയാണ് ചൈനയുടെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. US-ഇസ്രായേൽ ഇറാൻ യുദ്ധം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ച വാണിജ്യ യുദ്ധം. വാണിജ്യ യുദ്ധത്തിന്റെ ഭാഗമായി 145% വരെ തീരുവ പ്രഖ്യാപിച്ച് ചൈനയെ കച്ചവട പ്രതിസന്ധിയിലാക്കാമെന്ന് പ്രതീക്ഷിച്ച ട്രംപിന് ചൈനയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. ചൈന കടുത്ത നിലപാടാണ് എടുത്തത്. ചൈനയുടെ കൈവശമുള്ള അപൂർവ ധാതുശേഖരം അമേരിക്കയ്ക്ക് കൊടുക്കില്ല എന്ന നിലപാടെടുത്തതോടുകൂടി അമേരിക്കയുടെ ചിപ്പ് നിർമ്മാണത്തെ ബാധിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ കഴിഞ്ഞ വർഷം സൗത്ത് കൊറിയയിൽ നടന്ന ട്രംപ് ഷീ ജിൻപിങ് ചർച്ചയിലാണ് ഈ ഒരു കാര്യത്തിന് തീരുമാനമായത്. വാണിജ്യ യുദ്ധത്തിൽ ചൈന എങ്ങനെയാണോ അമേരിക്കയോട് പെരുമാറിയത് അതുപോലെ തന്നെയാണ് നേരിട്ടുള്ള യുദ്ധത്തിൽ ഇറാനും അമേരിക്കയോട് ചെയ്തത്. ഞങ്ങളുടെ മേൽ തീരുവ ചുമത്തിയിട്ട് നിങ്ങൾ അങ്ങനെ ചിപ്പുകൾ ഉണ്ടാക്കണ്ട എന്ന് ചൈന പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാരെ കൊന്നൊടുക്കിയിട്ട് ഞങ്ങളുടെ മേൽ യുദ്ധം അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങനെ എണ്ണ കൊണ്ടുപോകേണ്ട എന്ന് തന്നെയാണ് ഇറാനും നിലപാടെടുത്തത്. ഇത് കൃത്യമായി ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. ട്രംപ് ഒരു ചൈന വിരോധിയൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയോട് അമേരിക്കയിലെ മുൻ ഭരണാധികാരികൾക്കും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്ന നിലപാടല്ല. ട്രംപ് ഒരു കച്ചവടക്കാരനാണ്.
കച്ചവട താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലപാടുകൾ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ട്രംപ്. വാണിജ്യ യുദ്ധത്തെ തുടർന്ന് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള കച്ചവട പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി തന്നെയാണ് എലോൺ മസ്കും ടീം കുക്കും അടക്കമുള്ള 26ഓളം വരുന്ന കോർപ്പറേറ്റ് കച്ചവടക്കാരുമായി ബീജിംഗിൽ ട്രംപ് വിമാനമിറങ്ങിയത്. സന്ദർശനത്തിന്റെ 2ാം ദിവസമായ 14-ാം തീയതി ട്രംപ് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ചൈനയുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും യുദ്ധം അവസാനിപ്പിച്ച് ഹോർമൂസിലൂടെ ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു വിഷയം തായ്വാനാണ്. തായ്വാനെ രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് ചൈന കണ്ടിട്ടുള്ളത്. ഐക്യരാഷ്ട്ര സംഘടന പോലും തായ്വാനെ രാജ്യമായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അമേരിക്ക തായ്വാനെ സർവ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി പ്രഖ്യാപിക്കുക മാത്രമല്ല, യുദ്ധത്തിനാവശ്യമായുള്ള സർവ സാമഗ്രികളും കൊടുത്ത് ചൈനയെ വളയുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത്. എന്നാൽ ശക്തമായ താക്കീതാണ് സന്ദർശനത്തിനിടയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നൽകിയിട്ടുള്ളത്. പ്രസ്തുത വിഷയത്തിൽ ശരിയായ നിലപാടെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇരു രാജ്യവും സംഘർഷത്തിലേക്ക് പോവുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുമെന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തന്ത്രപരമായ സ്ഥിരതയുള്ള സൃഷ്ടിപരമായ ചൈനീസ് US ബന്ധമെന്ന ആശയമാണ് ഷീ ജിൻപിങ് ഈ ഉച്ചകോടി സംഭാഷണത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്.